യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭരത എന്ന ഒരു അടിസ്ഥാന ശ്ലോകം ഭാരതീയ സംസ്കൃതിയിൽ, ഇതിഹാസ സംസ്കൃതിയിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അഥവാ ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സ്ട്രീം ലൈനിൽ ദൈവം മനുഷ്യനായി സ്വർഗം തുറന്ന് ഭൂമിയിൽ മനുഷ്യനായി അവൻ കാണപ്പെട്ടു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടി. സർവത്തെയും സൃഷ്ടിച്ച ദൈവം ഒരു ശിശുവായി, മുലകുടിക്കുന്ന കുഞ്ഞായി, അതീവം വിനീതനായി ഒരു പുൽത്തൊട്ടിയിൽ വസിക്കുന്ന ചിത്രം. ഇത് എക്കാലത്തും മനുഷ്യനെ വലിയ ദർശനങ്ങളെ കൊടുക്കുന്ന ഒരു അനുഭവമാണ്. കിഴക്ക് നിന്നും വിദ്വാൻമാർ ഒരു നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് യെരുശലേമിലെത്തിയെന്ന്. എവിടെയാണ് മശിഹ എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നതെന്ന ചോദ്യത്തിന് അന്നത്തെ വൈജ്ഞാനിക സാഹിത്യം അറിയുന്ന പിതാക്കന്മാർ പറഞ്ഞു, അവനെക്കുറിച്ച് പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബെത്ലഹേമിൽ അവൻ ജനിക്കും എന്നാണ് എന്നും അത് ദാവീദിന്റെ പട്ടണമാണെന്നും പറഞ്ഞിട്ട് വീണ്ടും ആ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് അവർ ബെത്ലഹേമിൽ എത്തുന്നു. നക്ഷത്രം നിന്നിടത്ത് അവർ ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണ് വണങ്ങി പൊന്നും മൂറും കുന്തിരുക്കവും അവന് കാഴ്ചയർപ്പിച്ചു എന്നും ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് വായിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി അത്യന്ത തമസിൽപ്പെട്ടൊഴിലും ലോകത്തിനെ സത്യത്തിൻ്റെ പ്രഭാപുരം കാണിക്കുവാൻ തക്കവണ്ണം ഉൾക്കിരീടം ചാർത്തി കാൽവറിയിലേക്ക് സ്വയത്യാഗമായി പരിത്യാഗമായി മനുഷ്യകുലത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായി വരുന്ന ആ സംഭവം, അതിനെയാണ് ക്രിസ്തുമസ്, ക്രിസ്തുവിൻ്റെ ജനനത്തോട് ചേർന്നുള്ള സെലിബ്രേഷൻ. അത്യുന്നതങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന കാരൽ ഗാനങ്ങൾ പാടിക്കൊണ്ട് നാം ആഘോഷിക്കുന്നത്. ക്രിസ്തുമസിൻ്റെ ഒറ്റ വാക്കിലുള്ള സന്ദേശം ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മനസ്സ്. എവിടെയാണോ ഒരു ബലഹീനന് നീതി ലഭിക്കുന്നത്, എവിടെയാണോ ഒരു വിശക്കുന്നവന് ഭക്ഷണം ലഭിക്കുന്നത്, എവിടെയാണോ സ്വാർത്ഥതയില്ലാത്ത ലോകം ഉണ്ടാകുന്നത്, അവിടെയെല്ലാം ക്രിസ്തുമസ് ഉണ്ട്. അവിടെയെല്ലാം ദൈവം മനുഷ്യനായി പിറക്കുന്നുണ്ട്. ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഗാഡ് ഈസ് വിത്ത് അസ്. ആ വിധത്തിൽ നമ്മുടെ ഉൾത്തടങ്ങളിൽ ഒരു ക്രിസ്തുമസ് ഉണ്ടാകുവാൻ, അനേകരെ ചേർത്ത് നിർത്തുവാൻ, അവർക്ക് അല്പം ചൂട് പകരുവാൻ, പ്രതീക്ഷ നൽകുവാൻ ഈ ക്രിസ്മസ് ഇടയാക്കട്ടെ. അതിലൂടെ ഒരു പുതിയ വർഷം, പുതിയ നൂറ്റാണ്ടിൻ്റെ 1/4 നൂറ്റാണ്ട്, 25 വർഷം പിന്നിട്ടു. സെക്കൻഡ് ക്വാർട്ടർ ആരംഭിക്കുകയാണ് 2026. ആ സെക്കൻഡ് ക്വാർട്ടർ നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും സുന്ദരമായ ഒരു ലോകം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ നാം ആരംഭിക്കണം. ആ വിധത്തിൽ ഏറ്റവും ഭംഗിയായി ഈ മാനവകുലത്തിന് മുന്നോട്ട് പോകാനിടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു.